നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഇന്നലെ മുതൽ വ്യാപകമായൊരു വിഷയം കുട്ടി സഖാവിൻ്റെ ആ പേജ് മെറ്റ ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. മെറ്റ നീക്കം ചെയ്തത്. അപ്പോൾ മെറ്റ അത് നീക്കം ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? മുഴുവൻ സൈബർ ഹാൻഡിലുകളും അത് ഏറ്റെടുത്തു നടന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആർക്ക് നഷ്ടം വന്നു? മെറ്റയ്ക്ക് ലാഭമുണ്ടായി, ഗൂഗിളിന് ലാഭമുണ്ടായി, ഫേസ്ബുക്കും പോലെ ഇൻസ്റ്റാഗ്രാം പോലുള്ള കമ്പനികൾക്ക് കുറേ കൂടി. കാരണം അത് 2 മില്യൺ ആളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ 10 മടങ്ങ് മില്യൺ ആളുകൾ കാണുമ്പോൾ ഇതിൻ്റെ ഗുണം അവർക്കേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് ഈ പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നതിന് നഷ്ടം സംഭവിച്ചിട്ടില്ല. ഇത് പറയാൻ കാരണം, ഇന്ന് രാവിലെ പുതിയ വീഡിയോ ബാലസംഘത്തിൻ്റെ പേരിൽ ബാലസംഘത്തിൻ്റെ പേജിൽ അതുപോലെ തന്നെ നിറയെ സഖാക്കളുടെ സ്റ്റാറ്റസിലും ഫേസ്ബുക്ക് പേജിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, നീ ഇത് സ്റ്റാറ്റസ് വെക്കണം, നിൻ്റെ പേജിലിടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം കുട്ടികൾ ആ ബാലസംഘത്തിൻ്റെ കൊടിയും എടുത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഈ ചെങ്കൊടിയാണ് കരുത്ത്, നമ്മൾ സഖാവാണ്, ഈ ചെങ്കൊടിയാണ് ഇതാണ് നമ്മുടെ പാർട്ടി ഓഫീസ്. കുട്ടികളുടെ കയ്യിൽ നിൽക്കുന്നത് ശുഭ്രപതാകയാണ്. കുട്ടികളുടെ കയ്യിൽ കൊടുത്തത് ശുഭ്രപതാകയാണ്. ആ ശുഭ്രപതാകയും പിടിച്ചിട്ട് കുട്ടികളോട് പറയാണ് ചെങ്കൊടിയാണ് എന്ന്. അത് തന്നെയാണ് ഈ പ്രശ്നം. തേച്ചു അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ പകലാണ് എന്ന് പറഞ്ഞാലല്ല, രാത്രിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ തെറ്റായ പഠിപ്പിക്കൽ. ആ കുട്ടികളുടെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് ചെങ്കൊടി നെഞ്ചിലാണ് അല്ലെങ്കിൽ ചെങ്കൊടി കഴുത്തിലാണ് എന്നൊക്കെ പറയുമായിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ ആ കുട്ടികളെ പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ആ പറഞ്ഞു കൊടുത്ത ആളുകൾ എന്തായാലും പറഞ്ഞു കൊടുക്കാതെ വീഡിയോ എടുക്കാതെ ചെയ്യില്ലല്ലോ. പറഞ്ഞു കൊടുത്ത ആളുകൾ ശുഭ്രപതാകയെക്കുറിച്ചും അതുപോലെ തന്നെ ചെമ്പതാകയെക്കുറിച്ചും രണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ കുട്ടികളെ ഇപ്പോഴേ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയാവാൻ കാരണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇത് ശരിക്കും കുട്ടികളിൽ കൃത്യമായ സംഘടനാ ബോധം ഉണ്ടാക്കണം, സംഘടനാ ബോധം വളർത്തി കൊണ്ടുവരണം. അതിനാണ് ബാലസംഘം, SFI, അതുപോലെ തന്നെ DYFI ഇതൊക്കെ പാർട്ടിയിലേക്ക് ആളെ ആകർഷിക്കാൻ ഇതിൻ്റെയൊക്കെ മൂലധനം പാർട്ടിയാണ്. കർഷക സംഘമായാലും കർഷക തൊഴിലാളിയായാലും CIT ആയാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത് ഈ ചുവന്ന ഷർട്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇത് ചുവന്ന ഷർട്ടാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു വെള്ള തുണി കഷ്ണം എടുത്തിട്ട് ഇത് ചുവപ്പാണ് എന്ന് പറയുന്നതിൽ, ഉപ്പ് കടലാസിലിട്ടിട്ട് നക്കിയാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര ആവുമല്ലോ. അപ്പോൾ കുട്ടികളിൽ ബാലസംഘമാണ് പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം, ഈ മുദ്രാവാക്യമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ചെങ്കൊടിയാണ് അല്ലെങ്കിൽ നെഞ്ചിലാണെന്ന് ഇപ്പം അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആ കുട്ടികളെ അത് കുറേ ആളുകൾ അതെടുത്തിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പേജുകളിൽ അവരുടെ സ്റ്റാറ്റസിൽ എല്ലാം വെച്ചിട്ട് കാണുന്നുണ്ട്. ചെങ്കൊടിയാണ് എന്ന് പറയുക, എന്നിട്ട് ശുഭ്രപതാക എടുക്കുക, രക്തവർണ്ണ നക്ഷത്രാങ്കിത ശുഭ്രപതാക എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത് ചെമ്പതാകയാണെന്ന് ഇപ്പോൾ പറയൂ. നിങ്ങൾ നീ ഒരു കുറവ് കണ്ടെത്തിയ കുറവ് തന്നെയാണ് സഖാക്കളെ, കുറവ് തന്നെയാണ്. ഇന്നലെ മുതൽ നിങ്ങൾ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. മെറ്റ അത് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് റിപ്പോർട്ടർ ചാനൽ അതെടുത്തിട്ട് കൊണ്ട് നടക്കുമ്പോൾ കൈരളി ചാനലിനേക്കാൾ കൂടുതൽ റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ പാർട്ടി അത് ഏറ്റെടുത്ത പോലെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ അതിനനുസൃതമായിട്ട് അവർക്ക് മെറ്റയോടും ഭരണത്തോടും ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അതാണ് ശരിയെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഈ പറയുന്ന കുട്ടികളെ പറ്റിക്കലാണ്. അവർക്ക് നേരായ സംഘടനാബോധം പഠിപ്പിച്ചു കൊടുക്കണം, സംഘടനയെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. ഇത് ശുഭ്രപതാകയും പിടിച്ചിട്ട് ഈ ചെങ്കൊടിയാണ്, രക്തപതാകയാണ്, ഇതാണ് നമ്മളെ പാർട്ടി ഓഫീസ്,
അവർക്ക് പാർട്ടി ആയിട്ടില്ല. അവരിപ്പോൾ ബാലസംഘമാണ്. ആ ബാലസംഘത്തിലൂടെയാണ് അവർ വരേണ്ടത്. ഇനി അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നോട്ടെ. എൻ്റെ മോൻ രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മോനെ ചെങ്കൊടി കൊടുക്കുമ്പോൾ ഇത് ചെങ്കൊടിയാണെന്നും ശുഭ്രപതാക കൊടുക്കുമ്പോൾ ഇത് ശുഭ്രപതാകയാണെന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അത് ഞാനും പറഞ്ഞു കൊടുക്കണം, അതുപോലെ നിങ്ങളും പറഞ്ഞു കൊടുക്കണം. ആ വീഡിയോ ഷൂട്ട് ചെയ്തവരും അത് പ്രചരിപ്പിച്ചവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ സംഘടനയിൽ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം വിമർശനവും സ്വയം വിമർശനവും പ്രതികരണ ശേഷിയും ഒന്നുമില്ലാതെ ആടിനെ പട്ടിയാക്കി പട്ടിയെ തച്ചുകൊന്ന് തിന്നുക എന്ന നിലയിലേക്ക് ഇതിപ്പോൾ പിന്നെ പകലല്ല രാത്രിയാണെന്ന് പറയുമ്പോൾ കണ്ണുമടച്ച് വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഈ ബംഗാളും ത്രിപുരയും ഇങ്ങനെയായത്. അപ്പോൾ ഇത് തിരുത്തപ്പെടേണ്ടതാണ്. കുട്ടികളിൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അപ്പോൾ ചെറുപ്പകാലത്തിലെ ഈ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് അവരെ.